നമസ്കാരം സുഹൃത്തുക്കളെ, ടെക് വീഡിയോയിലെ പുതിയ ലേഖനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ സുപരിചിതമായ ഒരു ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. Dream11 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഇടയിൽ സുപരിചിതമായ ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ റിയൽ ആണോ, അതിന്റെ ജെന്യൂനിറ്റി എന്താണ് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് അറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. Dream11 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ രൂപപ്പെടുന്നത് 2008 ഹർഷ് ജെയിൻ ഭവിത് സേത് എന്ന് പറയുന്ന 2 പേര് ചേർന്നാണ് ഈ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്യുന്നത്. അതിനുശേഷം 2012 ഈ ഒരു ആപ്ലിക്കേഷൻ പൈസ വെച്ച് കളിക്കുന്ന രീതിയിലേക്ക് മാറി. 2012 ശേഷം 2014 ഇവർക്ക് 1 മില്യൺ ഡൗൺലോഡ്സ് ആയി എന്ന് ഇവര് അവകാശപ്പെടുന്നു. അതിനുശേഷം 2016 ഏതാണ്ട് 2 മില്യൺ ആൾക്കാർ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ പൈസ വെച്ച് കളിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന നിലയിൽ വളരെ പ്രചാരത്തിലേറുന്ന അവസരത്തിൽ 2017 ഹൈക്കോടതിയില് Dream11-നെതിരെ, അതായത് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് Dream11-നെതിരെ ഒരു ഹൈക്കോടതിയിൽ പരാതി എത്തുന്നു. കോടതിയിൽ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലാകുകയുണ്ടായി ഈ സ്കില്ലും അല്ലെങ്കിൽ ടാലന്റും ഒക്കെ ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷനെ കോടതി ലീഗലായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും അതിനെതിരെ 2018 ആ അപ്പീൽ കൊടുത്ത് അവർ തന്നെ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കുകയും ചെയ്തു. എന്നാൽ സുപ്രീം കോടതിയിൽ അപ്പീല് പിന്തള്ളുകയും അവർക്ക് മുൻപോട്ട് തുടരാനുള്ള എല്ലാ നിയമ സാധ്യതകളും കോടതി അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ Dream11 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഫുള്ളി ലീഗലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ആഡിലും എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ BCC പോലും ഒഫീഷ്യൽ പാർട്ട്ണറായിട്ട് ഇപ്പോൾ Dream11-നെ അംഗീകരിച്ചിരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും വളരെ വിശ്വസിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ കുറഞ്ഞ ക്യാഷ് വെച്ച് കളിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു ടേൺ ഓവർ നടത്തിക്കൊണ്ടിരുന്ന Dream11 ഇപ്പോൾ കോടികളാണ് ഒരു ദിവസം അവര് കോണ്ടസ്റ്റുകളായിട്ട് തന്നെ അവരിപ്പോൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ Dream11 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ നമ്മളുടെ ബാസ്കറ്റ്ബോൾ, ഹോക്കി, ഫുട്ബോൾ എന്നീ മത്സരങ്ങളിലൊക്കെ Dream11 ആപ്ലിക്കേഷൻ ഉണ്ട്. ആ മത്സരങ്ങളിലൊക്കെ നമുക്ക് പൈസ ഇട്ട് കളിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 2 ടീമുകൾ തമ്മിൽ കളിക്കുമ്പോൾ ആ 2 ടീമുകളിലെ ആൾക്കാരെ വെച്ച് നമ്മളൊരു ബെസ്റ്റ് ടീം നമ്മൾ ഉണ്ടാക്കണം. ആ ബെസ്റ്റ് ടീം ഉണ്ടാക്കിയതിനു ശേഷം അതിലൊരു ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ വൈസ് ക്യാപ്റ്റനും ആരാണോ സെലക്ട് ചെയ്യുന്നത് അവര് കൂടുതൽ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എത്രയാണോ പോയിന്റ് എടുത്തത് അതിന്റെ ഇരട്ടി ക്യാപ്റ്റനും അതിന്റെ 1.5 ഇരട്ടി വൈസ് ക്യാപ്റ്റനും കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ടീം നല്ലതായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിന്റ് കൂടുതലായിട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ടീം എങ്ങനെയാണ് ഇന്നത്തെ നടക്കാൻ പോകുന്ന IPL മാച്ചിൽ ടീം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊരു ജസ്റ്റ് ഉദാഹരണം ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് 4 ഹെഡിങ്ങിലായിട്ടാണ് വിക്കറ്റ് കീപ്പർ, ബാറ്റ്സ്മാൻ, ഓൾറൗണ്ടർ, ബോളർ. അപ്പോൾ ഈ വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനും ബോളറെയും ഓൾറൗണ്ടറെയും ഒക്കെ സെലക്ട് ചെയ്യുന്നതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ അനുസരിച്ച് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇവർക്ക് ഓരോ പ്ലെയറിനും ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 100 ക്രെഡിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓരോ പ്ലെയറിനും ഓരോ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് അനുസരിച്ച് വേണം നമ്മൾ ഈ ടീമിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഓരോരുത്തരായിട്ട് സെലക്ട് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ട ടീമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടീം സെലക്ട് ചെയ്യാൻ സമയത്ത് എനിക്ക് ഇവിടെ ക്രെഡിറ്റ് തികയുന്നില്ല. അതായത് ഞാൻ 100 ക്രെഡിറ്റിൽ കൂടുതൽ ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ ആ അവസരത്തിൽ എനിക്ക് കൂടുതൽ പോയിന്റ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ക്രെഡിറ്റ് ഉള്ള
ആൾക്കാരെ മാറ്റിയതിന് ശേഷം എനിക്ക് 2 പേരെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പൊ ഇതാണ് എന്റെ ടീം. ഇതിൽ എനിക്ക് ഇനിയിപ്പോ ഒരു ക്യാപ്റ്റനെയും ഒരു വൈസ് ക്യാപ്റ്റനെയും സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വൈസ് ക്യാപ്റ്റനും ക്യാപ്റ്റനും സെലക്ട് ചെയ്യുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇതിൽ നമ്മൾ ടീം സേവ് ചെയ്യുന്നു. അപ്പോൾ എന്റെ വാലറ്റിൽ ഓൾറെഡി 20 രൂപ, ഞാൻ 49 രൂപയുടെ കോൺടെസ്റ്റ് ആണ് ജോയിൻ ചേർന്നത്. എന്റെ വാലറ്റിൽ 20 രൂപ ഉണ്ട്, 29 രൂപ എനിക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നെറ്റ് ബാങ്കിങ്, വാലറ്റ്, UP എല്ലാ ഫോർമാറ്റിലുള്ള പേയ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് പേയ്മെന്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് അമെൻഡ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനും സാധിക്കും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടീം നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തു, കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് ടോസ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ടീമിൽ നിങ്ങൾക്ക് അമെൻമെന്റ് വരുത്തേണ്ടതായിട്ട് വന്നത്. അതായത് ടീം അന്നേരമാണ് നിങ്ങൾ അറിഞ്ഞത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ടീം എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മൈ ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീം എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടീം എഡിറ്റ് ചെയ്യാനും ക്യാപ്റ്റനും എല്ലാം നിങ്ങൾ എങ്ങനെയാണോ ആദ്യം ടീം ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്തിൽ ഒരുപാട് വെറൈറ്റിയിലുള്ള കോൺടെസ്റ്റുകളുണ്ട്. ഒരുപാട് പേരുടെ ഉണ്ട്, 10 പേരുടെ ഉണ്ട്, 15 പേരുടെ ഉണ്ട്, 2 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡ് ടു ഹെഡ് കളിക്കുന്ന കോൺടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ബോണസ് കോഡ് അല്ലെങ്കിൽ ഒരു കോഡ് കൊടുക്കുന്നതായിരിക്കും. ആ കോഡ് നിങ്ങൾ റെഫറൽ കോഡായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 100 രൂപ ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ആ ബോണസ് വെച്ച് നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ ഒരു കാര്യം, ഇതിന്റെ KYC അതായത് നിങ്ങളുടെ ഒരു പാൻ കാർഡ്, നിങ്ങളുടെ അഡ്രസ് പ്രൂഫ്, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡ്രീം ഇലവനിലൂടെ വിൻ ചെയ്യുന്ന എമൗണ്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 10,000-ൽ മുകളിൽ വിൻ ചെയ്യുന്ന എമൗണ്ടിന് ടാക്സ് ഈടാക്കുന്നതായിരിക്കും. ഡ്രീം ഇലവൻ ഒരു ലീഗൽ ആപ്ലിക്കേഷൻ ആയതിനു ശേഷം ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഡ്രീം ഇലവൻ പോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മളുടെ മാർക്കറ്റിൽ നിലവിലുണ്ട്. വെല്ലബാസി, ഹാല പ്ലേ, അതുപോലെ തന്നെ പ്ലെയർ സ്പോട്ട്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. ഈ 2-3 ബല്ലേബാസി, ഹാല പ്ലേ എന്ന് പറയുന്ന 2-3 ഫേമസ് ആപ്ലിക്കേഷന്റെ ലിങ്കുകൾ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നതായിരിക്കും. ആ ലിങ്കിലൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ അല്ലെങ്കിൽ 50 രൂപ വെച്ച് അതായത് ആപ്ലിക്കേഷനിൽ കിട്ടുന്നതായിരിക്കും. ബോണസ്, അതായത് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താഴെ ഞാൻ ബോണസ് കോഡ് കൊടുക്കുന്നതായിരിക്കും. ആ ലിങ്കിലൂടെ കയറുക, നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ലക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കില്ലും ഒക്കെ നോക്കിയിട്ട് നിങ്ങളൊരു ടീം സെറ്റ് ചെയ്യുക, ഒരു നമ്പർ 1 ബെസ്റ്റ് ടീം. അപ്പോൾ ഇന്നത്തെ നടക്കുന്ന അല്ലെങ്കിൽ ഇനി നടന്നുകൊണ്ടിരിക്കുന്ന IPL മാച്ചിൽ നിങ്ങൾക്ക് ഒരു 25 ലക്ഷം അടിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.